മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോട് ശിവാങ്ക് ഉണ്ട്. ബ്രോ സുഖാണോ? അവിടെ സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ റിവ്യൂവിന് ശേഷം ഒരുപാട് ലിവർപൂൾ ഫാൻസ് കമന്റ്സിലൊക്കെ പറയുന്നുണ്ട് ബ്രോക്ക് ശരിക്കും പറഞ്ഞാൽ ആ മത്സരം ശരിക്കും റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ശരിക്കും PSG-ക്കെതിരെ എക്സ്പെക്ടേഷനോടെയാണ് ലിവർപൂൾ കളിച്ചത്. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രോ എന്താണ് സംഭവിച്ചത്? നിങ്ങളൊരു ഡ്രോക്ക് വേണ്ടിയാണോ ഇറങ്ങിയത്, അല്ലെങ്കിൽ PSG ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു? എന്താണ് ബ്രോയുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും എനിക്കറിയായിരുന്നു ഡോക്കും അല്ല. ഞാൻ കഴിഞ്ഞൊരു ഡിസ്കഷനിൽ വരുമ്പോഴത്തെ ആകാശ് റോഡൊക്കെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്കും അല്ല ക്വാററ്റ്സ്കേലിയും ബാർക്കോളയും. അവർക്ക് ഡ്രിബിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബോക്സിന്റെ അവിടെ എത്തി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയാം. ആ ടീമിലുള്ള എനിക്കൊന്ന് ഏകദേശം എല്ലാവരും അണ്ടർ ലൂയിസ് എൻട്രിക്ക് അവർ കളിക്കുമ്പോൾ അവർക്കറിയാം അവരെന്താ ചെയ്യുന്നത്. റിയലി എക്സെപ്ഷണൽ പ്ലേയേഴ്സ് ആണ് അവരുടെ ടീമിലുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് ലിവർപൂൾ ജയിക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്കോർ ലൈൻ ഞാൻ വിചാരിച്ച സ്കോർ ലൈൻ അല്ല, പക്ഷെ ലിവർപൂൾ ജയിക്കുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ ഇന്റൻഷൻ ഡിഫെൻഡിങ് ആയിരുന്നു സ്ലോട്ടിന്റെ. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫുൾ ബാക്സിന് അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ എങ്ങാനും ബോൾ പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനും പിന്നെ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്ന് സ്ലോട്ടിന് അറിയുന്നതുകൊണ്ട് തന്നെയാണ്. അത് പറ്റില്ല. ഈ വിങ്ങേഴ്സിന് ഈ ഫുൾ ബാക്സ് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു സത്യമാണത്. അത് പിന്നെ അതിന്റെ കൂടെ നമ്മുടെ അറ്റാക്ക് ഭയങ്കര മോശമായിരുന്നു. എസ്പെഷ്യലി സല ഗെയിമിലില്ലായിരുന്നു. സല ഭയങ്കര ഓഫായിരുന്നു. പക്ഷെ സലയ്ക്ക് ആ ലക്ഷറി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സലനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള പ്ലെയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതില്ല. ലൂയിസ് ഡിയാസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ PSG-യുടെ പ്ലെയറിനെ പോലെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അറ്റാക്ക് ഭയങ്കര മോശമായിരുന്നു അൺടിൽ ഡാവിനൻ ആ ഹാവിയിലേക്ക് വന്നത് വരെ. പിന്നെ എനിക്ക് തോന്നുന്നു സ്ലോട്ട് ഇന്റർവ്യൂലും പറഞ്ഞല്ലോ, പോസ്റ്റ് മാച്ച് കോൺഫറൻസിലും പറഞ്ഞല്ലോ, ഡിഫെൻഡ് ചെയ്യാനാ പോയത്, കോമ്പാക്ട് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനാ പോയത്. നമ്മൾ ബോക്സിന്റെ ലെങ്ത്തിലാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റൻഷൻ അതായിരുന്നു, അത് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഒരു പരിധി വരെ ലക്കി ആയിരുന്നു. അറ്റ്സേ ഒരു ലക്കി എന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് ഗോൾ അടിക്കാത്തത് അത് ആ പ്ലേയേഴ്സിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. കാര്യം സേവുകൾ അല്ലാണ്ട് വേറെ ഷോട്ട്സ് ഉണ്ടായിരുന്നു ഗോൾ അടിക്കാൻ. 3-4 ചാൻസ് ഉണ്ടായിരുന്നു PSG പ്ലേയേഴ്സിന്. അപ്പൊ സേവുകൾ അല്ലാണ്ട് ഷോട്ട് അടിച്ചില്ലെങ്കിൽ അത് ലക്കല്ല, അത് അവരുടെ ഇൻഎഫിഷ്യൻസിയാണ്. പക്ഷെ ഒരു പരിധി വരെ അലിസൺ ആണ് ഗെയിം സേവ് ചെയ്തത്. എന്റെ പൊന്നോ, അലിസന്റെ കാര്യം പുള്ളി നമ്മള് കെലഹറിന്റെ കാര്യം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രോ എപ്പോഴും പറയായിരുന്നു കെലഹറിന് ചാൻസ് കിട്ടില്ല, പക്ഷെ അലിസൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെയാണ് ഫസ്റ്റ് ചാൻസ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അഗ്രസീവ്നെസ് ഇല്ല, ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് യാതൊരു റിയാക്ഷനും ഇല്ല. പുള്ളി ഒരു സേവ് ചെയ്യുന്നു, അടുത്ത സേവിന് തയ്യാറായി നിൽക്കുന്നു, അടുത്ത സേവ് ചെയ്യുന്നു, ലെഫ്റ്റ് റൈറ്റ്, ഒരു പ്രശ്നമില്ല. പുള്ളി വളരെ കൂളായിട്ടാണ് ആ പ്രഷർ ഹാൻഡിൽ ചെയ്തത്. ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഡിഫൻഡേഴ്സുമായിട്ട് പറയും ഒന്നുമില്ല, പുള്ളിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും ഇതുപോലുള്ള ഡിഫൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പുള്ളിക്ക് അറിയുന്ന പോലെയാണ് കളിച്ചത്. അതെ, 100%. അത് ഞാൻ പറഞ്ഞില്ല, അത് കീപ്പറിന്റെ ഡ്യൂട്ടി ചെയ്യുക, അതാണ് ഏറ്റവും വലുത്. ഓൺ ദ ബോൾ എബിലിറ്റി ഒക്കെ ഈ അടുത്ത് വന്നതല്ലേ. എനിക്ക് ഒരു 2015 വരെ എനിക്ക് തോന്നുന്നില്ല ഒരു ഫുട്ബോളറോ അല്ലെങ്കിൽ ഒരു കോച്ചോ ഒരു ഫാനോ കീപ്പറിന്റെ ഓൺ ദ ബോൾ എബിലിറ്റി നോക്കും. കീപ്പർ സേവ് ചെയ്യുക, അതാണ് കീപ്പറിന്റെ ആവശ്യം. ഡിഫൻസിന്റെ ആവശ്യം എന്ന് വെച്ചാൽ കീപ്പറെ പ്രൊട്ടക്ട് ചെയ്യുക. ഡിഫൻസ് ഇൻഎഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ കീപ്പർ പറ്റുന്ന പണി ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ കീപ്പർ അതാണ് ചെയ്തത്, അതാണ് അലിസൺ ചെയ്തത്. 10 ഷോട്ട് ഓൺ ടാർഗറ്റ് ഫേസ് ചെയ്തതിൽ 9 അലിസന്റെ സേവ് ആണ്. 100% ഡിസിസീവ് ആണ്. അല്ലെങ്കിൽ ആ 9 സേവിലൊരു 3 എണ്ണമെങ്കിലും ഇല്ലെങ്കിൽ 3-1 അടിച്ചാൽ ഫസ്റ്റ് ആ ലിവർപൂൾ അടിച്ച ഗോൾ അടിച്ചാൽ, അല്ലെങ്കിൽ 3-4 തോക്കേണ്ട കളിയാണ്. ഇപ്പൊ അലിസൺ എന്ന് പറഞ്ഞ പ്ലെയർ ഉള്ളതിലാണ് ലിവർപൂൾ ലക്കി, അല്ലാണ്ട് ഈ 1-0 ജയിച്ചത് ലിവർപൂൾ ലക്കി ആയതുകൊണ്ടല്ല. അലിസൺ എന്ന് പറഞ്ഞ പ്ലെയർ ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് വി ആർ ലക്കി. മറ്റൊരു ടേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ മറീഞ്ഞൊക്കെ സാറിന് പറയാറുണ്ട്, അപ്പോൾ പൊസിഷൻ നിങ്ങൾ എടുത്തോ, നമുക്ക് പൊസിഷൻ വേണ്ട, നമുക്ക് 3 പോയിന്റ് മതി. അത് എനിക്ക് തോന്നുന്നു അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കാരണം പൊസിഷൻ ഇല്ല, 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മതി, 2 എണ്ണം മതി. അതിൽ ഒന്ന് ക്ലിനിക്കലായി അകത്ത് കയറി ഡൊണറൂമയുടെ കൈയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ 3 പോയിന്റ്സ് റൈറ്റ്, ജയിക്കുകയും ചെയ്തു. 1-0 ലീഡുമായി. അടുത്ത കളി ആൻഫീൽഡിലാണ്. എന്താണ് പറയുക, ഒരു പോസിറ്റീവായിട്ട് ഈ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ആൻഫീൽഡ് എന്തായാലും ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ലിവർപൂൾ ഉണ്ടാവുമല്ലോ. അതെ, ഓഫ് കോഴ്സ്. ആൻഫീൽഡ് ഒരു ഡിഫറെന്റ് ബോൾ ഗെയിം ആണ് ഫോർ ദ ഹോം ടീം ആൻഡ് അവേ ടീം. ഞാൻ പറഞ്ഞില്ല, PSG-ക്ക് വരുമ്പോൾ PSG-ക്ക് എക്സ്ട്രാ പ്രഷറാണ്, ലിവർപൂളിന് വരുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ 1-ൽ ഭയങ്കര തിൻ ലീഡാണ്. ഞാൻ പറഞ്ഞില്ല, എന്ത് വേണേലും സംഭവിക്കാം. കാര്യം PSG ഇങ്ങനത്തെ ഒരു ദിവർ വെരി ഗുഡ്. ആ ഞങ്ങളുടെ ഗെയിംസ് ഫസ്റ്റ് എസ്പെഷ്യലി ആ ഒരു 60 മിനിറ്റ്സ് ഒക്കെ ഒരു
ഇരുത്തിയിട്ടില്ല ലിവർപൂളിനെ, എസ്പെഷ്യലി ഫുൾ ബാക്സിന്. അവര് റോബർട്സണൊക്കെ പറ്റുന്നതാണ് സത്യം. സങ്കടം വന്നു റോബർട്സൺ. ഐ തിങ്ക് റോബർട്സണേക്കാളും ഭേദമായിരുന്നു, പക്ഷെ സ്റ്റിൽ ട്രെന്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ഒന്നും അല്ല ടീമിലുള്ളത്. സോ എനിക്ക് തോന്നുന്നത് അവർക്ക് ഉന്നമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ഒരു പരിധി വരെ. അപ്പോ പക്ഷെ ആൻഫീൽഡിലോട്ട് വരുമ്പോൾ അതൊരു വേറെ രീതിയിലാണ് കാര്യം. ദേ ഹാവ് ദ പ്രഷർ. ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് ആ മൊറീനോ പറഞ്ഞ അത് വളരെ കറക്റ്റ് ആണ്. പറയില്ലേ, ഇപ്പൊ 23 ഷോട്ട് അടിച്ചു PSG, അതിനകത്ത് 10 ഓൺ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ഇതൊന്നും വെച്ച് കളി ജയിക്കാൻ പറ്റില്ല. യു നീഡ് ടു കൺവേർട്ട് ദോസ് ഗോൾസ്. ഞാൻ ലിവർപൂളിന്റെ കേസിൽ ഇത് പറയാറുണ്ട്, കഴിഞ്ഞ സീസണും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിവർപൂളിന്റെ കേസിൽ. കാര്യം ഞങ്ങൾ നിറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഷോട്ട് എടുക്കുന്നുണ്ട്, ഇതൊന്നും ഗോളാവുന്നില്ല. ഡാർവിൻ നൂനസ് 7-8 ഷോട്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ചെൽസിയുടെ അഗേൻസ്റ്റ് ഡാർവിൻ നൂനസ് 5 പ്രാവശ്യമാണ് പോസ്റ്റിലടിച്ചത്. അത് ഗോളായിട്ട് കൂട്ടില്ലല്ലോ, അത് വിക്ടറി അല്ല, അത് ഗോളായിട്ട് കൂട്ടില്ല, അതൊക്കെ സ്റ്റാറ്റ്സ് ആണ്. ഇപ്പൊ കളി പറയുമ്പോൾ നമുക്ക് പറയാം ഇത്ര % പൊസഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അൺലെസ് നമ്മൾ കളി ജയിച്ചില്ലെങ്കിൽ അതിൽ വലിയ എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതാണ്, ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മൾ ഇപ്രാവശ്യം ഹെൽപ്പ് ചെയ്തത്. ഐ ഡോണ്ട് തിങ്ക് ക്ലോപ്പിന്റെ അണ്ടറിലാണ് നമ്മളിപ്പോ ഈ രീതിക്ക് പോയതെങ്കിൽ നമ്മളൊരു 3-0 4-0 എങ്ങനെയാലും തോറ്റേനെ. കാര്യം നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ അതാണ്. ക്ലോപ്പ് ഒരു ജർമ്മൻ മാനേജർ എന്ന രീതിയിൽ പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ഒന്നും മാറില്ല. അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ മോഡേൺ ഫുട്ബോൾ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് ലാസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ നല്ലോണം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്ലോട്ടിന്റെ അണ്ടറിൽ വരുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മോഡേൺ ഫുട്ബോളിൽ ഇപ്പൊ ലിവർപൂൾ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കാൻ കാരണം. എനിക്ക് തോന്നുന്നില്ല വേറൊരു മാനേജർ, പുതിയൊരു മാനേജർ ക്ലോപ്പിനെ റിപ്ലേസ് ചെയ്ത് വന്നൊരു വേറെ മാനേജറിന്, മീൻ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന മാനേജേഴ്സിന് ഇത്രയും ഒരു ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എനിക്കറിയില്ല, കാര്യം പെപ് ഗോർഡിയോളയുടെ അണ്ടറിലാണ് ഇപ്പൊ മാൻ സിറ്റി കളിക്കുന്നതെങ്കിൽ ദേ വോണ്ട് സിറ്റ് ബാക്ക്. അവർക്ക് സിറ്റ് ബാക്കിന് അറിയില്ല ടീമിന്, അവർ സിറ്റ് ബാക്കും ചെയ്യില്ല. ഗോർഡിയോള അങ്ങനത്തെ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ സ്ലോട്ടിന് അങ്ങനത്തെ ഒരു ഈഗോ ഇല്ല. സ്ലോട്ട് വേണ്ട സമയത്ത് സിറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്, വേണ്ട സമയത്ത് മിഡ് ബ്ലോക്ക് ഇടുന്നുണ്ട്, വേണ്ട സമയത്ത് പ്രസ് ചെയ്യും. വെരി ഗുഡ് ടു ഹാവ്. ആ പ്ലേയേഴ്സ് അതിനനുസരിച്ച് അഡാപ്റ്റും ചെയ്യുന്നുണ്ട്, അതാണ് അതിലും വലിയ പോസിറ്റീവ്. അതെ, ഇനിയിപ്പോ ഈ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ബ്രോ ഓൾമോസ്റ്റ് കാര്യങ്ങൾ സെറ്റാണ്. അടുത്ത മത്സരം സൗത്ത് ആംപ്ടണെതിരെയാണ്. എനിക്ക് തോന്നുന്നു വലിയ സീനില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആർസണലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരൊരു 7-1 UCL ജയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പെർഫോമൻസ് നമ്മൾ പ്രീമിയർ ലീഗിൽ കാണുന്നില്ല. അവരിടക്കിടക്ക് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ബ്രോ സെറ്റാണോ? ഇനിയിപ്പോൾ ഒരു 1-2 മത്സരം, ഇപ്പോൾ ഇനി ആകെ 10 മത്സരം ബാക്കിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. 10ൽ ഒരു 4-5 മത്സരം ജയിക്കുകയാണെങ്കിൽ ഐ തിങ്ക് വി ആർ ഗുഡ്, റൈറ്റ്? ഈ ടൈറ്റിൽ നമുക്ക് ഏതാണ്ട് കൺഫേം ആയെന്ന് പറയാൻ പറ്റും. 10 മാച്ചസിൽ 6 വിൻസ് ആണെങ്കിൽ വിൽ വിൻ ദ ടൈറ്റിൽ, അങ്ങനെയാണ് എന്തോ ഞാൻ വായിച്ചത് എവിടെ. അപ്പോൾ 6 വിൻസ് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ഫിക്സർ സതാംപ്ടൺ കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ന്യൂകാസിൽ, കർബോ കപ്പ്, അത് കഴിഞ്ഞാൽ എവർട്ടൺ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആർസണൽ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് നിറച്ച് ഇഞ്ചുറീസ് ഉണ്ട്. അതാണ് ഞാൻ ഒരിക്കലും ആർസണലിനെ കൊണ്ട് പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഈ 3 അറ്റാക്കേഴ്സിനെ വെച്ച്. കാര്യം അടുത്ത ഒരു നോട്ടിംഗ്ഹാം ആർസണലായിട്ട് കളിക്കാൻ പോകും, യുണൈറ്റഡ് ആയിട്ട് കളിക്കാൻ പോകും. സോ യുണൈറ്റഡും ഭയങ്കര മോശം ഫോമിലാണ്, ശരിയാണ്. പക്ഷെ ആർസണലിന് ഐ മീൻ ഈ അറ്റാക്ക് ഭയങ്കര വൺ ഡയമെൻഷനൽ ആയി. 3 പേരേ ഉള്ളൂ. അപ്പോൾ ടീമിന്, ഏതൊരു ടീമിനാണെങ്കിലും ഇറ്റ്സ് വെരി പ്രഡിക്റ്റബിൾ ഒരു പോയിന്റ് വരെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഇഞ്ചുറീസ് നിറച്ചുണ്ട്. അപ്പോൾ അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അൺലെസ് നമ്മളൊരു ഡയബോളിക്കൽ ആയിട്ടുള്ളൊരു ബോട്ടിലിംഗ് നടന്നാലേ എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മളിപ്പോ 13 പോയിന്റ്സ്, അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ആണ്. ഞാൻ അന്നും പറയാൻ കാര്യം, അന്ന് വെട്ടറൻ ഗെയിം ഡ്രോ ആയതുകൊണ്ടാണ് പറയുന്നത്. പോയിന്റ്സ് ഇൻ ഹാൻഡ് അല്ല, ഗെയിം ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ എനിക്കൊന്ന് മാസീവ് ഡൗൺഫോൾ ഇനി ലിവർപൂളിൽ 10 ഗെയിമിൽ ഉണ്ടായാൽ ആർസണലിന്, ആൻഡ് ഇഫ് ദേ ഡോണ്ട് ഡ്രോപ്പ് പോയിന്റ്സ്, അതാണ് അതിലും വലിയ കാര്യം. അവരും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ ആർസണലിന് ചാൻസ് ഉള്ളൂ. ഐ മീൻ ഈ ഒരു കണ്ടീഷനിൽ ഐ തിങ്ക് ഇപ്പൊ ഒരു 95% ചാൻസ് വി ആർ വിന്നിംഗ് ദ ടൈറ്റിൽ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ആണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇമ്പാക്ട് സബ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഏത് പ്ലെയറെ കൊണ്ടുവരണം. ഇപ്പോൾ ബ്രോ എന്നെ പറഞ്ഞിട്ടുണ്ട് എലിയറ്റിനെ പുള്ളി ട്രസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ എലിയറ്റിനെ കൊണ്ടുവന്നു. ഇപ്പോൾ മോസലിനെ വലിച്ചിട്ട് എലിയനെ കൊണ്ടുവരുന്ന പറയുന്നത് ദാറ്റ്സ് എ ബിഗ് ഡിസിഷൻ. പക്ഷെ ലാസ്റ്റ് ഒരു 5 മിനിറ്റേ ഉള്ളൂ, പക്ഷെ അത് വർക്കൗട്ടായി. ഇപ്പൊ ന്യൂനസ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തു, എലിയറ്റ് അവിടെ കോൺട്രിബ്യൂട്ട്, 2 സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നിട്ടുള്ള പ്ലെയറും ആ ഗോളിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇത് ഒരു മാച്ചിൽ നടന്നിട്ടുള്ള കാര്യമല്ല, ഇതിൽ മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പൊ മുമ്പും പിന്നെ
ശരിക്കും പറഞ്ഞാൽ ന്യൂനസ് വന്നതിന് ശേഷം ആകെ കെയോസായി. വേറെ ആരെങ്കിലും സ്കോർ ചെയ്യും, ചിലപ്പം സ്കോർ ചെയ്യുന്നത് ലൂയിസ് ഡിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ മോസാലി ആയിരിക്കും. പക്ഷെ അതിന്റെ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക ചിലപ്പോൾ ന്യൂനസ് ആയിരിക്കും. അപ്പോൾ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് പ്രീ പ്ലാൻഡ് ആണോ, അല്ലെങ്കിൽ ഇത് പുള്ളി പ്ലാൻ ചെയ്തിട്ട് അവസാനത്തെ ഒരു 10 മിനിറ്റിൽ ഇറക്കാന്ന് വിചാരിച്ച് ഇറക്കുന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ഇറക്കുന്നതാണോ ബ്രോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ ന്യൂനസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു ശല്യമാണ് ഒപ്പോണന്റ് ഡിഫൻഡേഴ്സിന്. പറഞ്ഞല്ലോ, ഭയങ്കര പ്രശ്നക്കാരനാണ്. ഈ ഐ മീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളി ചാൻസ് മിസ് ചെയ്യുക, അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ് ആസ് എ ഫാൻ എനിക്ക്. അത് സത്യം കേട്ടോ, അത് ശരിയാണ്. പക്ഷെ പുള്ളി ടയർഡ് ഡിഫൻസസിനെ ത്രട്ടൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലെയർ ആണ് കറന്റ്ലി ഇൻ പ്രീമിയർ ലീഗ്. കാര്യം പുള്ളി വരും, പുള്ളി പ്രസ് ചെയ്യും, പുള്ളി ഫിസിക്കലി ഡ്യൂൾസ് വിൻ ചെയ്യാൻ നോക്കും, പുള്ളി ഏരിയലി സൗണ്ട് ആണ്, ഭയങ്കര ഫിസിക്കലി സ്ട്രോങ് ആണ്. ആ ബോള് കയ്യിൽ കിട്ടി ഹോൾഡ് ചെയ്തപ്പോ തന്നെ മാർക്കിനിയോസ് വീണു നിലത്ത്. സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഫിസിക്കലാണ്. അപ്പൊ അത്രയും ഗ്രിറ്റിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ PSG ഓഫ് കോഴ്സ് അത്രയും പൊസിഷൻ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു ഒരു 70 മിനിറ്റ്സ് വരെ. ടയർഡ്, അവര് ഭയങ്കര ടയർഡായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, അതുകൊണ്ടാണ് ന്യൂനസിനെ ഇറക്കിയത്. ആൻഡ് എലിയട്ടിനെ ഇറക്കാൻ 2 കാരണമുണ്ട്. സല വാസ് വെരി പോർ ആ ഗെയിമിൽ, ആൻഡ് എലിയട്ടിനെ ഇറക്കാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ന്യൂനോ മെൻഡസ് വാസ് ടയർഡ്. അതാണ് വേറൊരു കാര്യം, ന്യൂനോ മെൻഡസ് ഭയങ്കര ടയർഡായി. അപ്പോ PSG ആസ് എ സ്ക്വാഡ് ആ സമയത്ത് ഭയങ്കര ടയർഡായിരുന്നു. ആ കാര്യം അവർക്ക് അതിൽ ഫുൾ പൊസിഷൻ ഉണ്ടായിരുന്നു, അവർ തന്നെ ബോൾ റീസൈക്കിൾ ചെയ്യുക, അവർ തന്നെ ഓടുക. സത്യം പറഞ്ഞാൽ നമ്മളൊട്ടും ടയർഡല്ല ലിവർപൂൾ. കാര്യം നമ്മള് ഡിഫെൻഡ് ചെയ്യുക, ബോൾ ഫുൾ അവരുടെ കയ്യിലാണല്ലോ, നമ്മുടെ കയ്യിൽ ബോൾ പോലും ഉണ്ടായിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ആ ടയേർഡ് ആയിട്ടുള്ള ഡിഫൻസിനെ ഐ മീൻ ട്രബിൾ ചെയ്യാനായിട്ട് തന്നെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കിയത്. അത് സ്ലോട്ടിന്റെ അടുത്തുനിന്ന് മാത്രമല്ല, ക്ലോപ്പിന്റെ അടുത്തുനിന്ന് ഇതേ പാറ്റേൺ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ന്യൂനസിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി വിടുക, അല്ലെങ്കിൽ കളി തോറ്റോണ്ടിരിക്കുമ്പോൾ ഇറക്കി വിടുക, അല്ലെങ്കിൽ ഡ്രോവും ഇറക്കി വിടുക. കഴിഞ്ഞ പോലെ ന്യൂകാസൽ ഗെയിമിൽ നമ്മൾ കണ്ടതാണ്. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ ന്യൂനസ് വന്നിട്ട് 2 ഗോൾ അടിച്ചിട്ട് പോകും, കളി ജയിക്കും. അപ്പൊ ഈ സീസണിൽ തന്നെ ബ്രെൻഫോർഡിന്റെ കൂടെ അതേപോലെ ഗോൾ അടിച്ചു. അപ്പോൾ ഹി കൻ ഡു ദാറ്റ്. പക്ഷെ പുള്ളി ഫസ്റ്റ് ടീമിൽ വരുമ്പോൾ ഇച്ചിരി കമ്പോഷർ കുറവാന്നേ ഉള്ളൂ. ശരിയാണ് ബ്രോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. എന്തായാലും നിങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. യെസ് ബ്രോ, ഷുവർ. ടേക്ക് കെയർ, ബൈ. ടേക്ക് കെയർ ബ്രോ, ബൈ.